നമസ്കാരം, എല്ലാവർക്കും സുഭാഷ് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തിലൊരു ക്വസ്റ്റൻ ആണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ NDA JEE ഇതിന് സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റനാണ്. നിങ്ങൾ ഈ ബോർഡിലോട്ട് നോക്കുക. എക്സാമിന് വരുന്ന രീതിയിൽ കൂടെയുള്ള സൂപ്പർ ക്വസ്റ്റൻ. ഇതേപോലെ കുറേ ലോകത്തിലെ ക്വസ്റ്റൻസുകൾ പഠിച്ചാൽ നമുക്ക് NDAയ്ക്കും JEEക്കും ഒക്കെ കുറേ ക്വസ്റ്റൻസുകൾ കിട്ടും. നമുക്കിങ്ങനെ സെഗ്മെൻ്റായിട്ട് പഠിക്കണം. മീൻസ് ലോഗരിതം, ബൈനറിയൊക്കെ നമ്മുടെ NDAയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സീക്വൻസിലെ AP, GP, HP ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റൻസുകളുടെ കളക്ഷൻ പഠിച്ചാൽ നമുക്ക് അവിടെ നിന്നും കുറേ ചോദ്യങ്ങൾ കിട്ടും. പിന്നെ ട്രിഗണോമെട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒത്തിരി ചോദ്യങ്ങൾ എക്സാമിനുണ്ട്. താനും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിക്കുക. ലോകത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഓർത്തണം അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനെ ലോ എന്ന് വിളിക്കും കേട്ടോ. ഈ ലോസുകൾ അറിയാമെങ്കിൽ മാത്രമേ ലോകത്തിലെ പ്രോബ്ലംസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ലോഗ് b to the base a equal to 2. അത് അവർ തന്നേക്കുന്നതാണ്. ലോഗ് c to the base b equal to 2. അടുത്തത് ലോഗ് c to the base 3 equal to 3 plus log a to the base 3. അങ്ങനെയാണെങ്കിൽ C/AB എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസുകളെ തന്നുകൊണ്ടാണ് C/ABയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ C/AB എന്ന് പറയുമ്പോൾ C വേണം, A വേണം, B വേണം. ഇവരെ മൂന്ന് പേരെയും കണ്ടുപിടിച്ചിട്ട് അത് ഇവിടോട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് ഇത്തിരി മെനക്കേടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു റിസൾട്ട് ഒന്ന് പഠിക്കാം. ലോഗ് A to the base B equal to C. ഇങ്ങനെ എഴുതിയാൽ ഈ ഫോർമാറ്റിൽ ഒരു ലോഗരിതം കടന്നു കഴിഞ്ഞാൽ ഈ ലോഗിനെ ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് ദിസ് A ഈക്വൽ ടു ഇയാൾ അങ്ങോട്ട് ചെന്ന് B റേസ് ടു C. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഓക്കെ, ലോഗ് A to the base B ഈക്വൽ C, ദെൻ A ഈക്വൽ ടു C റേസ് ടു B. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ലോഗ് B to the base A ഈക്വൽ ടു 2. ഇവിടെ നിന്ന് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ലോഗ് B to the base A ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ദിസ് B ഈക്വൽ ടു A അങ്ങോട്ട് നിന്ന് A². ഓക്കെ, അടുത്ത ലോഗ് C to the base B ഈക്വൽ ടു 2. അവിടെ നിന്ന് നമുക്ക് എന്തായിരിക്കും അപ്പോൾ കിട്ടുന്നത്? ദിസ് C ഈക്വൽ ടു എങ്ങനെയായിരിക്കും? B അങ്ങോട്ട് നിന്ന് B². അപ്പോൾ അത് രണ്ടും ഓക്കെ ആയി. മൂന്നാമത്തെ ഒരു ടൈം ഇവിടെ കൂടുതലുള്ളത് കൊണ്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിക്കുക. അടുത്തത് ലോഗ് C to the base 3 ആണല്ലോ. ലോഗ് C to the base 3 ഈക്വൽ ടു 3 പ്ലസ് ലോഗ് A to the base 3. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ലോഗരിതങ്ങളെല്ലാം ഇടത്തെ സൈഡിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ലോഗ് C to the base 3 മൈനസ് ലോഗ് A to the base 3. ഓക്കെ ആണല്ലോ. ഈക്വൽ എത്രയായി? 3 എന്ന് പറഞ്ഞാൽ ഈ ടേമിനെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു. ഇതിപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി ഫോർമാറ്റ് ആണ്. രണ്ട് ലോഗരിതങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യുന്നത്. രണ്ട് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് ബൈ വൈ. ഓക്കെ, ഇനി ഇവിടെ ഒരു ബേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ Z ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബേസ് ഇട്ടേക്കണം. അത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ലോഗ് C മൈനസ് ലോഗ് എ ടു ദ ബേസ് 3 ആണെങ്കിൽ log of C/A to the base 3 ഈക്വൽ എത്രയായി? 3. ഓക്കെ, ലോഗ് C മൈനസ് ലോഗ് എ, ലോഗ് C/A, C മൈനസ് എന്ന് വായിക്കില്ല, C/A ടു ദ ബേസ് 3 ഈക്വൽ 3. ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയെ, നേരത്തെ പോലെ ലോഗിനെ കളയാൻ C/A ഈക്വൽ ടു എന്നിടുമ്പോൾ ഇയാൾ അങ്ങോട്ട് എന്ന് 3Q. ഓക്കെ, ദാറ്റ് ഈസ് C/A ഈസ് ഈക്വൽ ടു 3Q. എത്ര മോനെ? 27. ഓക്കെ, ഇത്രയും നമ്മുടെ കിട്ടിക്കിടക്കുക. അപ്പോൾ ഇവിടെ റിസൾട്ടുണ്ട്, ഇവിടെ റിസൾട്ടുണ്ട്, ഇവിടെയും ഒരു റിസൾട്ടുണ്ട്. ഇത്രയിനുള്ളിൽ നിന്നും വേണം നമുക്കിനി മറ്റുള്ളവരെല്ലാം ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കിക്കേ, B എന്ന് പറഞ്ഞാൽ A² അല്ലേ? അതുപോലെ B² എന്ന് പറഞ്ഞാൽ C. B² എന്ന് പറഞ്ഞാൽ C. അപ്പോൾ ഒന്നാലോചിക്കേ, ബിയുടെ വാല്യൂ A² ആണെങ്കിൽ B²ൻ്റെ വാല്യൂ ആരായിരിക്കും മോനെ? B ഈക്വൽ ടു A². അപ്പോൾ B² അപ്പോൾ B². അപ്പോൾ A²ൻ്റെ സ്ക്വയറും എത്ര ആയിരിക്കും? A റേസ് ടു 4. ശരിയല്ലയോ? B ഈക്വൽ ടു A², ദെൻ B² ഈസ് ഈക്വൽ A² ദ ഹോൾ സ്ക്വയർ A റേസ് ടു 4. ഓക്കെ, അപ്പോൾ B²ൻ്റെ വാല്യൂ കിട്ടി. B² എന്ന് പറഞ്ഞാൽ ആരാ മോനെ? ഈ B² എന്ന് പറഞ്ഞാൽ ആരാ? C ആണ്. അപ്പോൾ ഈ B²ൻ്റെ വാല്യൂ ആയ A റേസ് ടു 4 അയാൾ ആരാ മോനെ? C ആണ്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ ആരാണ്? A റേസ് ടു 4. ഒന്നുകൂടെ കേട്ടെ,
ഇവിടെ നമുക്ക് ബി ഈക്വൽ എ സ്ക്വയർ എന്ന് ഞാൻ ബി സ്ക്വയറിനെ കണ്ടുപിടിച്ചു. ബി സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ ബി എ സ്ക്വയർ ചെയ്തു. അപ്പോൾ എ സ്ക്വയറിനെ സ്ക്വയർ ചെയ്തപ്പോൾ എ റേസ് ടു 4. ഈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? സി ആ അല്ലേ? അപ്പോൾ ഈ ബി സ്ക്വയർ കൂടെ കിട്ടിയ ഈ വാല്യൂ ആരാ മോനത്? സി. അപ്പം എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ആരാ? അത് സി. അപ്പോൾ നമുക്ക് ഇതേണ്ട ഈ റിസൾട്ടിൽ നിന്ന് ഞാൻ തുടങ്ങാണ്. ദാറ്റ് ഈസ് സി ബൈ എ ഈക്വൽ എത്രയാണ് മോനെ? 27. ഓക്കെ, സി ബൈ എ 27 ആണെങ്കിൽ ഈ സി എന്ന് പറഞ്ഞാൽ ആരാണ്? എ റേസ് ടു 4. അപ്പോൾ എ റേസ് ടു 4 ഈക്വൽ സി. അപ്പോൾ ഈ സിയുടെ പ്ലേസിൽ ഞാൻ എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എ റേസ് ടു 4 ബൈ എ ഈക്വൽ 27. എ റേസ് ടു 4 ബൈ എ അറിയാമല്ലോ, എ റേസ് ടു 4 ബൈ എ റേസ് ടു 1, എ റേസ് ടു 4 മൈനസ് 1, ദാറ്റ് ഈസ് എ ക്യൂബ്. ദാറ്റ് ഈസ് എ ക്യൂബ് ഈസ് ഈക്വൽ എത്രയായി? 27. Therefore a ഈക്വൽ ക്യൂബ് റൂട്ട് ഓഫ് 27. അറിയാമല്ലോ, ക്യൂബ് റൂട്ട് ഓഫ് 27 എത്ര മോനെ? 3. അപ്പോൾ നമുക്ക് എ കിട്ടി. ഓക്കെ, അപ്പോൾ ഒരാളെ കിട്ടി. എ 3 കിട്ടി മോനെ. എ ഇനി അങ്ങോട്ട് വെച്ച് എളുപ്പം ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ഇനി ബി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണോ? അപ്പോൾ എ 3 ആണെങ്കിൽ എ സ്ക്വയർ എത്ര ആയിരിക്കും മോനെ? 3 സ്ക്വയർ. അപ്പോൾ ആൻസർ ആരായി? 9. അപ്പോൾ ബിയുടെ വാല്യൂ എത്ര കിട്ടി? 9 കിട്ടി. ഇനി ബിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. സി എന്ന് പറഞ്ഞാൽ ആരാ മോനെ? സി എന്ന് പറഞ്ഞാൽ ആരാ? ബി സ്ക്വയർ. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്. ഇവ നമുക്ക് വേറെ ഇതിനൊക്കെ ഈ ഇക്വേഷൻസുകൾ വെച്ചുകൊണ്ട് വേറെ രീതിയിൽ കൂടെ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ മെത്തേഡ് മാത്രമല്ല, ഞാനൊരു വഴി കാണിക്കുന്നതേ ഉള്ളൂ. വേറെ നമുക്ക് ഇതിനൊക്കെ തന്നെ ഈ 3 പേരെയും കൂടെ കമ്പൈൻ ചെയ്ത് ഇനിയും വേറെ രീതിയിൽ കൂടെ ഒക്കെ നമുക്ക് എഴുതാം. സിയുടെ വാല്യൂ ബി സ്ക്വയർ തന്നെ ഇവിടെ ബി സ്ക്വയർ കൊടുക്കാം. അങ്ങനെയൊക്കെ പല വഴികൾ കേട്ടോ. ഞാനിപ്പോൾ ഒരു വഴി കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സി ഈക്വൽ എത്രയാണ്? ബി സ്ക്വയർ. ബിയുടെ വാല്യൂ 9. അപ്പം 9 സ്ക്വയർ. വാട്ട് ഈസ് 9 സ്ക്വയർ? 81. ഇപ്പോൾ നമ്മുടെ കുറേ എല്ലാം കിട്ടി. എ 3, ബി 9, സി 81. Therefore നമുക്ക് വേണ്ട എന്താ മോനെ? സി ബൈ എ ബിയുടെ വാല്യൂവിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സി ബൈ എ ബി എന്ന് പറയുമ്പോൾ സി എത്ര മോനെ? 81 ഡിവൈഡഡ് ബൈ എ ബി എത്ര? 3. ഓക്കെ, ഇൻറ്റു ബി എത്ര മോനെ? 9. ദാറ്റ് ഈസ് 81 ബൈ 27. ആൻസർ ഈസ് ആരാണ്? 3. ഓക്കെ, അല്ലെങ്കിൽ ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 ബൈ 3 എത്രയാണ്? 3. അപ്പോൾ സി ബൈ എ ബിയുടെ വാല്യൂ എത്ര മോനെ? 3. നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സിംപ്ലിഫിക്കേഷൻ പഠിക്കാനാണ് ഇതൊക്കെ കേട്ടോ. മെയിനായിട്ട് സിംപ്ലിഫിക്കേഷൻ. ഇങ്ങനെ നമുക്ക് 2-3 ഇക്വേഷൻസ് കിട്ടി, അവയെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.